മക്കളെ, എല്ലാവർക്കും സൈലം ലേണിംഗിലേക്ക്, സൈലത്തിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്രിസ്മസ് എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നടാ? നമ്മൾ അതിനുശേഷം നമ്മൾ ഇപ്പോഴാണ് കാണുന്നത് അല്ലെ. മലയാളം ഫസ്റ്റും സെക്കൻഡും ബാക്കി എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ തകർത്ത് സൂപ്പറായിട്ട് നമ്മൾ പഠിച്ചതാണ്. പേപ്പറുകളൊക്കെ കിട്ടി തുടങ്ങിയോ? എല്ലാത്തിനും നല്ല മാർക്കൊക്കെ ഉണ്ടോ? നിങ്ങൾക്ക് കമന്റ് ചെയ്യണം കേട്ടോ. മാർക്കൊക്കെ എങ്ങനെയുണ്ട്, A+ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പൊ നമ്മള് പാഠഭാഗങ്ങളെല്ലാം അല്ലെ, ക്രിസ്മസ് വരെയുള്ള പോർഷൻസ് ഒക്കെ നമ്മൾ സൂപ്പറായിട്ട് നമ്മൾ പഠിച്ചു. അപ്പൊ അതുകൊണ്ടായോ അതുകൊണ്ട് ഇല്ല അല്ലെ. നമുക്ക് ആര് വരാനിരിക്കുന്നുണ്ടോ മാർച്ച് മാസത്തിൽ? നമ്മുടെ അവസാനത്തെ അല്ലെ കൊല്ലപരീക്ഷ എത്താറായി എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ നിമിഷവും നമ്മൾ ചിന്തിച്ച് തുടങ്ങേണ്ട സമയമാണ് ഇനി വരുന്നത് അല്ലെ. ഇനി ഏകദേശം ഒരു 10-60 ദിവസമൊക്കെ നമ്മൾ കണക്ക് കൂട്ടിയാൽ മതി പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ 9ാം ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ തലകുത്തി പഠിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. കാരണം എല്ലാവരെയും അങ്ങ് പാസ്സാക്കുന്ന ഒരു സമ്പ്രദായം ഇവിടെ ഉണ്ടായിരുന്നു അല്ലെ. എന്നാൽ ഇപ്രാവശ്യം നടക്കൂല അല്ലെ. നമ്മൾ നല്ല മാർക്കൊക്കെ വാങ്ങി പാസ്സായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുള്ളൂ? അങ്ങ് 10ാം ക്ലാസ്സിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ആ ബോധമൊക്കെ നമുക്ക് എപ്പോഴും ഉണ്ടാവണം അല്ലെ. അപ്പൊ ഈ മാറിയ പുസ്തകങ്ങളൊക്കെയാണ്. അപ്പൊ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് അടുത്ത വർഷം എന്ത് ചെയ്യുന്നത്? പുസ്തകങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പൊ അതിനനുസരിച്ചുള്ള കോൺസെപ്റ്റുകളും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യണം? നമ്മൾ ഈ വർഷം അല്ലെ വളരെ ക്ലിയർ ആയിട്ട് അല്ലെ, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അടുത്ത വർഷത്തേക്ക് അല്ലെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോ പുതിയ വർഷമാണ്, പുതിയ തീരുമാനങ്ങൾ, റെസൊല്യൂഷൻസ് ഒക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ടാവണം. അപ്പോ ആ തീരുമാനങ്ങളിലൊക്കെ എന്താണ്? ഒരു കൃത്യമായിട്ടുള്ള ഒരു പഠനം അല്ലെ, അതായത് ഒരു ടൈം ടേബിൾ ഒക്കെ വെച്ച് അല്ലെ, ഓരോ വിഷയവും അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളൊക്കെ എന്താണ് സമയം കൊടുത്ത് ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പഠിച്ചെടുക്കാനൊക്കെ ഉള്ള ഒരു നിമിഷങ്ങളാണ് കടന്നു പോകുന്നത്. പിന്നെ അതൊന്നും ആലോചിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതൊക്കെ ഭംഗിയിൽ സൂപ്പറായിട്ട് നിങ്ങൾ പഠിക്കുക. ഇനി മലയാള സെക്കൻഡിനെ സംബന്ധിച്ച് നമുക്കിനി 3 പാഠഭാഗങ്ങളാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അത് ആരോഗ്യത്തിന്റെ രസക്കൂട്ടുകൾ എന്നാണ് നമ്മുടെ യൂണിറ്റിന്റെ പേര് കേട്ടോ. അതില് അല്പമല്ല ഭുജിക്കുന്നു എന്ന് പറയുന്ന ഒരു തുള്ളൽ കൃതിയുണ്ട്, കിട്ടുമാവൻ എന്ന് പറയുന്ന ഒരു കഥാഭാഗമുണ്ട്, ഭക്ഷണവും ആരോഗ്യം എന്ന് പറയുന്നതാണ് അവസാനത്തെ പാഠഭാഗം. ഇങ്ങനെ 3 പാഠഭാഗങ്ങളാണ് അവസാനത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ടീച്ചർ ഈ ഫസ്റ്റ് അല്ലെ പേജിൽ കാണിച്ചതുപോലെ ഇങ്ങനെ വൈവിധ്യമാർന്ന ഭക്ഷണ സംസ്കാരം അല്ലെ, നമ്മൾ കേരളത്തിലെ ആളുകൾ പ്രത്യേകിച്ചും എന്ത് ചെയ്തു, കേരളം മാത്രമല്ല അല്ലെ, പുതിയ കാലത്തെ ഇങ്ങനെ അടിമപ്പെടുത്തിയിരിക്കുന്ന ഒന്നാണ്. നമ്മൾക്ക് ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നു എന്നൊരു അവസ്ഥയിലേക്ക് പുതിയ കാലത്ത് വരികയാണ്. പല ജാതി പല തരത്തിലുള്ള അല്ലെ വൈവിധ്യമാർന്ന ഭക്ഷണ രീതികളാണ് അല്ലെ. അത് ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ലാത്ത രീതിയിലുള്ള ഭക്ഷണ രീതികൾ ഉണ്ടാവുന്നു അല്ലെ. ഭക്ഷണം കഴിക്കുക എന്നുള്ളത് മാത്രമാവുന്നു ചിന്ത എന്നുള്ള രീതിയിലേക്ക് വരുന്നു. ഇങ്ങനെ പുതിയ കാലത്തിന്റെ അല്ലെ, പണ്ടൊക്കെ നമ്മൾ പോകുമ്പോൾ ഒരുപാട് ദൂരെയൊക്കെയാണ് എന്ത് ചെയ്യുക, ഹോട്ടലുകളൊക്കെ അല്ലെ, 1-2 ഹോട്ടലുകളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ ടൗണിലോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ഏതെങ്കിലും കുടുംബ വീടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെയൊക്കെ പോയിട്ടാണ് ഭക്ഷണമൊക്കെ കഴിക്കുക അല്ലെ. അപ്പൊ നിങ്ങള് വഴിയാത്ര എന്ന് പറയുന്ന പാഠമൊക്കെ നിങ്ങൾ പഠിച്ചാണ്. പക്ഷെ പുതിയ കാലത്ത് ആളുകൾ തമ്മിലുള്ള ബന്ധം കുറയുന്നു മാത്രമല്ല, ഈ ഭക്ഷണ രീതി തന്നെ മാറി അല്ലെ. കഴിക്കുന്ന അതിന്റെ അല്ലെ, പുതിയ കാലത്തുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഇപ്പൊ ചോറ് കറി എന്നൊക്കെ പറയുന്നത് എന്താണ്? ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ. അവര് ഈ നാടൻ നമ്മുടെ ഇലക്കറികളോ അല്ലെങ്കിൽ നമ്മുടെ അല്ലെ വീട്ടുവളപ്പിൽ വളരുന്ന അത്തരം സാധനങ്ങൾ ഉപയോഗിച്ചുള്ള ഭക്ഷണങ്ങളോ ഒന്നും ഇഷ്ടമല്ല അല്ലെ. ഏത് കാലത്തും എന്താണ് ഈ ഭക്ഷണ രീതികൾ എല്ലാ കാലത്തും മാറിക്കൊണ്ടിരുന്നു. പക്ഷെ പുതിയ കാലത്ത് അത് കുറെ കൂടെ എന്താണ് അത് ആളുകളെ അല്ലെ വല്ലാതെ ആകർഷിക്കുന്ന അല്ലെങ്കിൽ അടിമപ്പെടുത്തുന്ന തരത്തിലേക്ക് ഈ ഭക്ഷണ രീതികൾ, സംസ്കാരം മാറുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അല്ലെ. അപ്പൊ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമുള്ള ആളുകളാണ്, ഭക്ഷണം കഴിക്കുകയും വേണം നമ്മൾ. പക്ഷെ പുതിയ കാലത്ത് അതിന്റെ രീതിയും രൂപവും അല്ലെ മനുഷ്യനെ പല രീതിയിൽ അടിമപ്പെടുത്തുന്നതിനെയാണ് എന്ത് ചെയ്യുന്നത് ഒരു യൂണിറ്റ്. പല രോഗങ്ങള് അല്ലെ, അസുഖങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുന്നതിന്റെ ഒക്കെ കാരണം നമ്മുടെ ഭക്ഷണ രീതി എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഭക്ഷണത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള 3 പാഠഭാഗങ്ങളാണ് ഈ യൂണിറ്റിൽ നമുക്കുള്ളത്. ആരോഗ്യത്തിന്റെ രസക്കൂട്ടുകൾ എന്നാണ് യൂണിറ്റിന്റെ പേര്. അതിൽ അല്പമല്ല ഭുജിക്കുന്നു അല്ലെ, ഭക്ഷണപ്രിയരായിട്ടുള്ള ആളുകളെ കുറിച്ചുള്ള പാഠഭാഗങ്ങളാണ് കിട്ടുമാവനും അല്പമല്ല ഭുജിക്കുന്നു എന്ന് പറയുന്ന തുള്ളൽ ഭാഗവും. അപ്പൊ നമുക്ക് ആദ്യം കിട്ടുമാവൻ എന്ന് പറയുന്ന കഥ അല്ലെ, ആ കഥയെ കുറിച്ചാണ് ടീച്ചർ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ കിട്ടുമാവൻ ഭയങ്കരമായിട്ട് ഭക്ഷണപ്രിയനായിട്ട് ഭക്ഷണേ ഭക്ഷണം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കഥാപാത്രമാണ് ആര്? കിട്ടുമാവന്റെ കഥാപാത്രം. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ, എന്തൊക്കെയാണ് കഥയിൽ പറയുന്നത് നോക്കാം. കേരള മോപ്പസാങ്ങെന്നും കുട്ടനാടിന്റെ കഥാകാരൻ ഒക്കെ അറിയപ്പെടുന്ന നമ്മളുടെ തകഴി ശിവശങ്കര പിള്ളയാണ് നമ്മുടെ ഈ കഥ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ മലയാളത്തിൽ വളരെ പ്രശസ്തനായിട്ടുള്ള ചെറുകഥാകൃത്താണ് ആര്? തകഴി, നോവലിസ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കഥയാണ്.
ഭക്ഷണപ്രിയം അല്ലെ, ഭക്ഷണത്തോടുള്ള അമിതമായിട്ടുള്ള ആക്രാന്തം അല്ലെ, അമിതമായിട്ടുള്ള ആഗ്രഹം ഒരാളുടെ ജീവിതത്തിൽ വരുത്തുന്ന ദുരന്തത്തെയാണ് എന്ത് ചെയ്യുന്നത് വളരെ മനോഹരമായ ഭാഷയിലൂടെ തകഴി എന്ത് ചെയ്യുന്നത് വ്യക്തമാക്കുന്നത്. അപ്പൊ കിട്ടുമാവനാണ് നമ്മളുടെ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം. അപ്പൊ എപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് കിട്ടുമാവന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹോബി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവരാദ്യം ഫാമിലി ആയിട്ട് 2 മക്കളാണ്, ഭാര്യയുണ്ട്. കിട്ടുമാവനൊക്കെ കൂട്ടുകുടുംബമായിട്ട് അല്ലെ, അല്ലെങ്കിൽ തറവാട്ട് വീട്ടിലായിരുന്നു, ഒരുപാട് ആളുകളുള്ള വീട്ടിലായിരുന്നു കിട്ടുമാവൻ താമസിച്ചിരുന്നത്. അപ്പൊ ആവശ്യത്തിനുള്ള ഭക്ഷണമൊന്നും കിട്ടൂല അല്ലെ, എല്ലാവർക്കും ഭക്ഷണം വേണ്ടി വരും. അപ്പൊ കിട്ടുമാവൻ ഇങ്ങനെ പറമ്പിലൊക്കെ പോയിട്ട് കരിക്കൊക്കെ ഇട്ട് കുടിക്കുക, അങ്ങനെയൊക്കെയാണ് ഈ ഭക്ഷണം അല്ലെങ്കിൽ വിശപ്പിനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഇടയ്ക്കാണ് കുടുംബം അല്ലെ, സ്വത്തൊക്കെ വിഭജിച്ച ആളുകളൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് മാറുന്നത്. അപ്പൊ കൂട്ടുകുടുംബത്തിൽ നിന്ന് മാറി വേറെ സ്വന്തമായിട്ട് വീടൊക്കെ വെച്ച് ഭാര്യയും മക്കളുടെയും കൂടെ ഒക്കെ താമസിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ. രാവിലെ എണീക്കുന്നത് എന്ത് കഴിക്കണം, ഉച്ചയാകുന്നത് എന്ത് കഴിക്കണം, വൈകുന്നേരം എന്ത് കഴിക്കണം, ഇത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ചിന്ത എന്ന് പറയുന്നത്. അപ്പൊ ഇഷ്ടവിഭവങ്ങൾക്കോടൊപ്പം എന്ത് ചെയ്യാണ്, ഓരോ നേരവും അദ്ദേഹം ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. പക്ഷെ നല്ല കഠിനാധ്വാനിയാണ്, ഭക്ഷണം കഴിക്കുക എന്നുള്ള മാത്രമല്ല അതിനുവേണ്ടി അധ്വാനിക്കുക കൂടെ ചെയ്യും. അങ്ങനെ കഠിനാധ്വാനിയായിട്ടുള്ള കിട്ടുമാവൻ എന്ത് ചെയ്യുന്നു, നന്നായിട്ട് അധ്വാനിക്കുകയും ചെയ്യും, അതിനനുസരിച്ച് ഭക്ഷണം വേണം. അങ്ങനെ അവസാനം പുരയിടം വിറ്റിട്ട് എന്ത് ചെയ്യണൂടാ, ഭക്ഷണം കഴിച്ചു തീർക്കാണ് കേട്ടോ. കാപ്പിക്കട നടത്തിപ്പുകാരനാവുന്നു. കാപ്പിക്കട നടത്തിയിട്ട് എന്താ കാര്യം, കാപ്പിക്കടയിലുള്ള കാപ്പിയും ദോശയും ഒക്കെ ആരെന്നെ തിന്നും, കിട്ടുമാവൻ തന്നെ തിന്നും, പുറത്തുള്ള ആളുകൾക്ക് കൊടുക്കാൻ ഉണ്ടാവില്ല. അപ്പൊ പിന്നെ അതും പൂട്ടുകയാണ്. പിന്നെ കപ്പ കച്ചവടം നടത്തി, തോണിയിലാണ് കപ്പ കൊണ്ടുപോവുക. അപ്പൊ അതിൽ തന്നെ അടുപ്പും സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ കപ്പ മുഴുവൻ ആരെന്നെ വേവിച്ചു തിന്നും, കിട്ടുമാവൻ വേവിച്ചു തിന്നും. പിന്നെ എങ്ങനെ ജീവിക്കാൻ ബാക്കി വല്ലതും ഉണ്ടാവോ, വിൽക്കാനൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഈ അമിത ഭക്ഷണപ്രിയത്തിന് യാതൊരു മാറ്റവും ഇല്ല. അയാൾ വീട് വിറ്റു, പുരയിടം വിറ്റു, സ്ഥലം വിറ്റു, പലതരത്തിലുള്ള കച്ചവടം നടത്തി, എല്ലാം പൊളിഞ്ഞു പോവാണ് കേട്ടോ. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് അവസാനം എന്ത് ചെയ്യാണ് കിട്ടുമാവൻ അല്ലെ, ഭക്ഷണത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു, ഓരോ വീടുകൾ തോറും കയറി ഇറങ്ങാണ് കേട്ടോ. അപ്പൊ ഭക്ഷണം എന്ന് പറയുന്നത്, ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ കിട്ടുമാവനെ സംബന്ധിച്ചത് ഒരു ആഘോഷം എന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പൊ ഒടുവില് വിശക്കുന്നേ നല്ലറി വിളിക്കുകയാണ്, ഓരോ വീട്ടിലും പോയിട്ട് കരയാണ് കേട്ടോ. അങ്ങനെ അവസാന ഭാഗത്ത് നമ്മൾ അങ്ങനെ കരഞ്ഞു നടക്കുന്ന ഒരു കിട്ടുമാവനെയാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പൊ ഈ കാഴ്ച കണ്ട കൊച്ചു കുട്ടികൾ ഭ്രാന്തനാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു ഭ്രാന്തനാണ് എന്ന് പറയുന്നിടത്താണ് നമ്മളുടെ കഥ അവസാനിക്കുന്നത് കേട്ടോ. അപ്പൊ അമിത ഭക്ഷണപ്രിയം, ഭക്ഷണം മാത്രം കഴിക്കുക അല്ലെങ്കിൽ ഭക്ഷണമാണ് ഏറ്റവും വലിയ കാര്യം, ഭക്ഷണം വലിയ കാര്യം തന്നെയാണല്ലേ, അത് കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അമിത ഭക്ഷണമാവുമ്പോൾ, അതിനു വേണ്ടി മാത്രം നമ്മൾ ജീവിക്കുമ്പോൾ, അത് മാത്രമാവുമ്പോൾ അല്ലെ, ആക്രാന്തം മാത്രമാവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഒക്കെയുള്ള നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അത്തരത്തില് പുതിയ കാലത്തെ സൂചിപ്പിക്കുന്ന ഒരു കഥയാണ് നമ്മളെ കിട്ടുമാവൻ എന്ന് പറയുന്ന കഥ കേട്ടോ. ഇനി കിട്ടുമാവൻ ജോലിക്ക് പോയി കഴിഞ്ഞാലോ, പോകുന്ന വീട്ടിലൊക്കെ അങ്ങ് ഇരിക്കും മൂപ്പര്. അങ്ങ് ഇരുന്നിട്ട് മൂപ്പർക്ക് ഇങ്ങനെ ചോറ് കൊണ്ടിട്ട് കൊടുക്കേണ്ടേ ഇരിക്കണം അല്ലെ, മൂപ്പർക്ക് വയറ് നിറയണം, അതാണ് കണക്ക്. അപ്പൊ വീട്ടിലുള്ള സകലതും തീരും. അതുകൊണ്ട് മൂപ്പരെ ആരും എന്ത് ചെയ്യില്ല, പണിക്ക് വിളിക്കില്ല. പണിയൊക്കെ നന്നായിട്ട് ചെയ്യും, കഠിനാധ്വാനിയാണ്. പക്ഷെ ഇദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തൊപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ നമ്മുടെ കഥയിലെ പ്രധാന സംഭവങ്ങളൊന്നും നോക്കുക. നല്ല ഒരു കൃഷിക്കാരനായിരുന്നു ആര്, കിട്ടുമാവൻ. അദ്ദേഹം കുടുംബസമേതം മറ്റൊരു വീട്ടിൽ താമസിക്കാൻ പോകുന്നിടത്താണ് കഥ തുടങ്ങുന്നത്. വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണക്രമം ആരംഭിക്കുന്നു. അതായത് രാവിലെ ഇന്നത്, ഉച്ചയ്ക്ക് അല്ലെ, 1, 2 ഒന്നുമല്ല, ഒരുപാട് കറികൾ വേണം, ഒരുപാട് കൂട്ടാനുകൾ വേണം അല്ലെ, തൊട്ടുകൂട്ടാൻ പല പല സാധനങ്ങൾ അദ്ദേഹത്തിന് വേണമായിരുന്നു കേട്ടോ. ഒരു മുറി പുരയിടവും എഴുതി വിറ്റിട്ട് എന്ത് ചെയ്യുന്നു, ഊണ് കഴിച്ചു തീർക്കുന്നു. പിന്നെ 4 പേർക്കായി വിറ്റു, താമസിക്കുന്ന പുരയിടം ഒടുവിൽ വിൽക്കുന്നു. അത് അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ആര്, കിട്ടുമാവൻ കേട്ടോ. ഇതൊക്കെ വിൽക്കുകയാണ് കേട്ടോ. പുതുതായിച്ചൊരു മൺപുര കെട്ടി, തോടിന്റെ മുക്കിൽ കാപ്പിക്കട തുടങ്ങി, കപ്പ കച്ചവടക്കാരനുമായി ആര്, കിട്ടുമാവൻ അല്ലെ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നന്നായി ജോലി ചെയ്യുന്ന ആളായിരുന്നു കിട്ടുമാവൻ. കിട്ടുമാവന്റെ ഭക്ഷണപ്രിയം കാരണം ജോലിക്ക് നിർത്താൻ പലരും താല്പര്യപ്പെട്ടില്ല. വിശക്കുന്നേ എന്ന് അലറി വിളിച്ച് നടക്കുന്ന കിട്ടുമാവൻ അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ കഥ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്. അപ്പൊ അമിത ഭക്ഷണപ്രിയം ഒരാളുടെ ജീവിതത്തില് വരുത്തി വെക്കുന്ന സാമ്പത്തികമായും അതേപോലെ സാംസ്കാരികവുമായിട്ടുള്ള തകർച്ചയാണ് എന്ത് ചെയ്യുന്നത്, പരിഹാസം അല്ലെ, പരിഹാസമാണ് എങ്കിലും ആ ഒരു റിയാലിറ്റി അല്ലെ എന്ത് ചെയ്യാണ് കഥയിലൂടെ തകഴി അവതരിപ്പിക്കുകയാണ്. വീട്ടിലെ താമസം അവസാനിപ്പിച്ച് സ്വന്തം വീട്ടില് താമസം ആരംഭിക്കുന്ന ഭക്ഷണപ്രിയനായ കിട്ടുമാവൻ എന്ത് ചെയ്യുന്നു, ഭാര്യയായ കുട്ടിച്ചേച്ചിയോട് ഓരോ നേരത്തേക്കും വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങൾ തയ്യാറാക്കാൻ വേണ്ടി പറയാണ് കേട്ടോ. അങ്ങനെ ചെലവ് ഇങ്ങനെ കൂടി വരികയാണ്. വരവൊന്നുമില്ല, വരവുള്ളത് മുഴുവൻ എന്തിലേക്കാണ്, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ അദ്ദേഹം പലവിധ ജോലികൾ ചെയ്യുന്നുണ്ട്. പക്ഷെ കിട്ടുമാവന്റെ ഭക്ഷണപ്രിയം എന്ത് ചെയ്യുന്നു, അതൊക്കെ പരാജയത്തിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത് കേട്ടോ. അവസാനം എന്ത് ചെയ്യാണ്, കരഞ്ഞ് അല്ലെ, വിളിച്ച് അയ്യോ വിശക്കുന്നേന്ന് പറഞ്ഞ് ഓടി നടക്കുന്ന ഒരു അവസാനത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത്,
കിട്ടുമാവൻ അല്ലെ തകർച്ചയുടെ ഏറ്റവും വലിയ ഉദാഹരണത്തിലേക്ക് എത്തുകയാണ്. അപ്പൊ കുറേ കഥാപാത്രങ്ങൾ എന്ന കഥാസമാഹാരത്തിൽ നിന്നുമാണ് ഈ കഥ അല്ലെ അമിത ഭക്ഷണപ്രിയർക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് എന്ത് ചെയ്യുന്നത് തകഴി എഴുതിയിരിക്കുന്നത്. ക്ലിയർ ആണോ മക്കൾക്ക്? വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ്. ഇതിൽ കിട്ടുമാവന്റെ കഥാപാത്ര നിരൂപണമൊക്കെ മേ ബി നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. അപ്പൊ പാഠഭാഗം നന്നായിട്ട് വായിച്ചു നോക്കുക. സംശയമൊക്കെ ഉണ്ടെങ്കിൽ മക്കൾ ചോദിക്കണം കേട്ടോ. അപ്പൊ കിട്ടുമാവൻ എന്ന് പറയുന്ന കഥ എന്താണ് എന്ന് ടീച്ചർ പരിചയപ്പെടുത്തി തന്നതാണ്. ഓക്കെ ആണോ? അപ്പൊ നിങ്ങൾ ഇനി എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നൊക്കെയുള്ള നിങ്ങൾ കമന്റ് ചെയ്യണം. മാർക്ക് കമന്റ് ചെയ്യണം. ക്ലാസ് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? കമന്റ് ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു അടിച്ചും പൊളി സൂപ്പർ ഡ്യൂപ്പർ വർഷമായിരിക്കട്ടെ 2025 എന്ന് ടീച്ചർ ആശംസിക്കുകയാണ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.